നിളവര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കൂറ്റനാട് ചാലിശ്ശേരി റോഡിൽ വാഹനാപകടം. കൂറ്റനാട് ന്യൂ ബസാർ ഇറക്കത്തിലാണ് ബൈക്ക് നിയന്ത്രണം വിട്ട് ഗുഡ്സ് വാഹനത്തിന് പിന്നിലിടിച്ച് അപകടമുണ്ടായത്. വ്യാഴാഴ്ച രാവിലെ 9:30ഓടെയായിരുന്നു അപകടം. കുന്നംകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഇരു വാഹനങ്ങളും. കുന്നംകുളം ഭാഗത്തു നിന്നും വന്ന സ്വകാര്യ ബസ് അമിത വേഗതയിൽ മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഈ സമയം അപകടം ഒഴിവാക്കാൻ ഗുഡ്സ് വാഹനം പെട്ടെന്ന് നിർത്തിയപ്പോൾ പിന്നിൽ വന്നിരുന്ന ബൈക്ക് നിയന്ത്രണം നഷ്ടമായി വാഹനത്തിന് പിന്നിലിടിക്കുകയായിരുന്നു എന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. അപകടത്തിൽ ബൈക്കിലുണ്ടായിരുന്ന ആലൂർ സ്വദേശി രാജേഷിന് സാരമായി പരിക്കേറ്റു. ഇടിയുടെ ആഘാതത്തിൽ ഇരു വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇയാളെ നാട്ടുകാർ ചേർന്ന് സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാലിശ്ശേരി പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ രായമംഗലത്ത് യുവതിയെ കുത്തി പരിക്കേൽപ്പിച്ചതായി പരാതി. സംഭവത്തിൽ പ്രതിയെ ചാലിശ്ശേരി പോലീസ് പിടികൂടി. രായമംഗലം പള്ളത്ത് വീട്ടിൽ രാജകുമാറിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കുടുംബ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിയായ രാജകുമാറിനെതിരെ യുവതി ചാലിശ്ശേരി പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇത് ചോദ്യം ചെയ്യുന്നതിനിടെയുണ്ടായ വാക്കുതർക്കത്തിലാണ് ഇയാൾ യുവതിയെ കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചത്. യുവതിയുടെ വയറിന് നേരെ നിരവധി തവണ കുത്താൻ ശ്രമിച്ചെങ്കിലും യുവതി ബാഗ് ഉപയോഗിച്ച് തടയുകയായിരുന്നു. ആക്രമണത്തിൽ യുവതിയുടെ കൈയിന് കുത്തേറ്റു. കൂടെയുണ്ടായിരുന്ന മകൾക്കും സംഭവത്തിൽ പരിക്കുണ്ട്. കഴിഞ്ഞ ദിവസം ചാലിശ്ശേരി SI KG പ്രവീണിന് ലഭിച്ച വിവരത്തെ തുടർന്ന് ഇയാളെ പട്ടാമ്പി പൂവക്കോടിൽ നിന്നും പോലീസ് പിടികൂടുകയായിരുന്നു. SI പ്രവീൺ, CPO അബ്ദുൾ റഷീദ് എന്നിവർ അടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കടയിൽ നിന്നും കുടിവെള്ളം നൽകാത്തതുമായി ബന്ധപ്പെട്ട വാക്കുതർക്കം. കട ഉടമയായ മധ്യവയസ്കന്റെ കുത്തേറ്റ് യുവാവ് ഗുരുതരാവസ്ഥയിൽ. കഴിഞ്ഞ ദിവസം രാത്രി 12 മണിയോടെ കൂറ്റനാട് തണ്ണീർക്കോട് സ്കൂളിന് സമീപത്തെ റോഡരികിലെ തട്ടുകടയിലാണ് സംഭവം. വയറിൽ കുത്തേറ്റ് ആന്തരികാവയവങ്ങൾക്ക് പരിക്കേറ്റ തണ്ണീർക്കോട് സ്വദേശി 35 വയസ്സുള്ള സനീഷ് തൃശൂർ മെഡിക്കൽ കോളേജിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. പ്രതി 65 വയസ്സുള്ള കുരുത്തോലപ്പറമ്പിൽ ഹംസയെ ചാലിശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു. രാത്രി സുഹൃത്തിനൊപ്പം തട്ടുകടയിലെത്തിയ സനീഷ് കടയുടമയോട് കുടിക്കാൻ അല്പം വെള്ളം ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ വെള്ളമില്ലെന്ന കടയുടമയുടെ മറുപടിയിന്മേൽ ഇരുവരും വാക്കുതർക്കത്തിലേർപ്പെടുകയായിരുന്നു. രൂക്ഷമായ വാക്കേറ്റത്തിനൊടുവിൽ കടയുടമ കടയിൽ ഉപയോഗിക്കുന്ന കത്തിയെടുത്ത് സനീഷിന്റെ വയറിൽ കുത്തിയിറക്കുകയായിരുന്നു. പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നതിനിടെ സനീഷിന്റെ കയ്യിലും കുത്തേറ്റു. അവശനായ സനീഷ് ഓടി റോഡരികിൽ കാത്തു നിൽക്കുകയായിരുന്ന സുഹൃത്തിന്റെ അടുത്തെത്തുകയും ആശുപത്രിയിൽ എത്തിക്കണമെന്ന് ആവശ്യപ്പെടുകയുമായിരുന്നു. മൂർച്ചയേറിയ കത്തികൊണ്ടുള്ള കുത്തേറ്റ സനീഷിന്റെ ആന്തരാവയവങ്ങൾക്ക് ഗുരുതര പരിക്കേറ്റിട്ടുണ്ട്. അപ്പോൾ ആള് ആദ്യം പറഞ്ഞു വെള്ളം തരില്ല പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടിട്ട് സനി പറഞ്ഞു എന്താ തരാത്ത ചോദിച്ചു. അങ്ങനെ തന്നെ ചോദിച്ചപ്പോൾ ആള് പെട്ടെന്ന് കത്തിയെടുക്കുകയും അങ്ങനെ പള്ളക്ക് കുത്തുകയും ചെയ്തു. പിന്നെ കൈയെടുത്ത് വീശുകയും കൈമ മുറിയാവുകയും ചെയ്തു. പിന്നെ അവൻ എൻ്റെ അടുത്ത് ഓടി വന്നു, ഹോസ്പിറ്റലിൽ എത്തിക്കണം പറഞ്ഞു. ഞാനങ്ങനെ ഓനെ എടുത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഇയാൾ മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ്. ഷൊർണൂർ DYSPയുടെ നേതൃത്വത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചു. CCTV ന്യൂസ് തൃത്താല. പട്ടാമ്പി കൊണ്ടൂർക്കരയിൽ ആക്രി സാധനങ്ങളുമായി പോകുന്ന മിനി ലോറി കത്തി നശിച്ചു. കഴിഞ്ഞ ദിവസം വൈകുന്നേരമായിരുന്നു സംഭവം. ആളപായമില്ല. പട്ടാമ്പി കൊണ്ടൂർക്കരയിൽ കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയാണ് മിനി ലോറി കത്തി നശിച്ചത്. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ കൊണ്ടൂർക്കര അമാൻ നഗറിലെ അൽഹിദായ സെൻട്രൽ സ്കൂളിന് സമീപത്തായിരുന്നു അപകടം. തെർമോക്കോൾ ഉൾപ്പെടെയുള്ള ആക്രി സാധനങ്ങളുമായി പോകുകയായിരുന്ന മിനി ലോറിക്കാണ് തീ പിടിച്ചത്. വൈദ്യുതി ലൈനിൽ നിന്നുമാകാം തീ പടർന്നതെന്നാണ് സംശയിക്കുന്നത്. ഓടിക്കൂടിയ നാട്ടുകാരാണ് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. തുടർന്ന് പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ലോറിയിൽ തീ പടർന്നത് കണ്ടതോടെ ഡ്രൈവറും മറ്റു സഹായിയും പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ അപകടം ഒഴിവായി. CBSE ജില്ലാ കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം നടന്നു. തൃശൂർ ജില്ലാ CBSE നവംബർ 3, 4, 5 ദിവസങ്ങളിലായി ആറ്റൂർ അറഫ സ്കൂളിലാണ് കലോത്സവം നടക്കുന്നത്. അറഫ സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടന്ന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വല്ലഭൻ സ്വിച്ച് ഓൺ നിർവഹിച്ച് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാ സഹോദയ പ്രസിഡന്റ് അനില ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ സഹോദയ ജനറൽ സെക്രട്ടറി ഡോക്ടർ ദിനേശ് ബാബു മുഖ്യ പ്രഭാഷണം നടത്തി. വൈസ് പ്രസിഡന്റ് രാമചന്ദ്രൻ MK, ജോയിന്റ് സെക്രട്ടറി ഫാദർ സണ്ണി പുന്നേലിപ്പറമ്പിൽ, ട്രഷറർ ബാബു കോയിക്കര, വിവിധ സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാർ, അർഫ ട്രസ്റ്റ് ചെയർമാൻ KS അബ്ദുള്ള, സെക്രട്ടറി KS ഹംസ തുടങ്ങിയവർ സംസാരിച്ചു. അർഫ ഇംഗ്ലീഷ് സ്കൂൾ പ്രിൻസിപ്പൽ വസന്ത മാധവൻ സ്വാഗതവും സൂപ്പർവൈസർ ലീന ഹാൻസ് നന്ദിയും പറഞ്ഞു. വിവിധ സ്കൂളുകളിൽ നിന്നായി ലഭിച്ച ലോഗോകളിൽ നിന്നും മുണ്ടൂർ നിർമ്മൽ ജ്യോതി സെൻട്രൽ സ്കൂൾ തയ്യാറാക്കിയ ലോഗോയാണ് തെരഞ്ഞെടുത്തത്. കുട്ടികളുടെ സർഗപ്രതിഭ വളർത്താനുതകുന്ന രീതിയിലുള്ള വലിയ ഒരു ഉത്സവം തന്നെയാണ്. വിവിധങ്ങളായ കഴിവുള്ള നിരവധിയായ കുട്ടികൾ ഇപ്പോൾ
ഞങ്ങളുടെയൊക്കെ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി സോഷ്യൽ മീഡിയാസിൻ്റെ ഒക്കെ വലിയ സ്വാധീനം നമ്മുടെ സമൂഹത്തിലുള്ളതുകൊണ്ട് അവരുടെ കലാഭിരുചിയൊക്കെ വളരെ നല്ല രീതിയിൽ പൊതുസമൂഹത്തിന് എത്തിക്കുന്നത് മറ്റ് ഏജൻസി ഒന്നുമില്ലാതെ തന്നെ നടപ്പാക്കാൻ കഴിയാവുന്ന ഒരു സാഹചര്യം. ഇന്ന് അത് വലിയ നല്ല രീതിയിൽ വ്യാപാരം ചെയ്യാനും കഴിയും എന്നുള്ളതുകൊണ്ട് ഇതൊരു തൊഴിലധിഷ്ഠിതമായ ഒരു സാഹചര്യം കൂടിയാണ്. നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കുന്ന ആളുകൾ ഈ മേഖലയിലൊക്കെ പഠിച്ച് നല്ല രീതിയിലുള്ള ഈ കലയെ നല്ല രീതിയിൽ വരുമാന മാർഗമാക്കി മാറ്റുന്ന ആളുകൾ അതിനെല്ലാം അവർക്ക് അതിനാവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതും അതിന് പ്രചോദനം നൽകുന്നതും ഈ വഴിതിരിച്ചു വിടുന്നതും എല്ലാം തന്നെ സ്കൂൾ യുവജനോത്സവങ്ങളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. കൃഷിസ്ഥലങ്ങൾ ലാഭകരമാകുന്നതുമായി ബന്ധപ്പെട്ട് പട്ടാമ്പി കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ പരിശീലന പരിപാടിക്ക് തുടക്കമായി. പാലക്കാട് ആത്മ പ്രൊജക്ട് ഡയറക്ടർ ദീപ്തി ഉദ്ഘാടനം ചെയ്തു. കൃഷിസ്ഥലങ്ങൾ ലാഭകരമായി എങ്ങനെ മാറ്റിയെടുക്കാം എന്നതുമായി ബന്ധപ്പെട്ടാണ് പട്ടാമ്പി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ 3 ദിവസത്തെ പരിശീലന പരിപാടി ആരംഭിച്ചിരിക്കുന്നത്. കാർഷിക ഗവേഷണ കേന്ദ്രത്തിൻ്റെയും കൃഷിവകുപ്പിൻ്റെയും കീഴിലുള്ള ബ്ലോക്ക് കാർഷിക വിജ്ഞാന കേന്ദ്രത്തിലെ നോഡൽ ഓഫീസർമാർക്കും കൺവീനർമാർക്കുമായാണ് പരിശീലനം നൽകുന്നത്. പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുന്നത്. കൃഷിയിടങ്ങളിൽ വിളകൾക്കപ്പുറമുള്ള പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗം കൂടിയായിരുന്നു പരിശീലനം. ആത്മ പാലക്കാട് പ്രൊജക്ട് ഡയറക്ടർ ദീപ്തി പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആപ്ലിക്കേഷനുകൾ നല്ല പബ്ലിസിറ്റി കൊടുത്ത് ക്ഷണിക്കണം. അതിനുശേഷം BLA-KC അതുപോലെ ADC വെച്ച് അപ്രൂവൽ നടത്തുക. അതിനുശേഷം അത് ADIക്ക് സമർപ്പിക്കുക. അതിനുശേഷമാണ് ഫാം പ്ലാൻ നമ്മൾ ഉണ്ടാക്കുന്നതും അത് ഇംപ്ലിമെന്റേഷൻ തുടങ്ങുന്നതും. ഇതെല്ലാം തുടങ്ങി ഫെബ്രുവരിക്കുള്ളിൽ FPOs രൂപം കൊള്ളണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ഫാംസിനെ എല്ലാം കൂടി നെറ്റ്വർക്ക് ആക്കി ഓരോ ബ്ലോക്കിലും ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കി അതിന്റെ ഒരു FPO ഫോർമേഷൻ ഉണ്ടാവണം. അത് FPO ഫോർമേഷൻ ഫെബ്രുവരി 1st വീക്കിലാണ് അതിന്റെ രജിസ്ട്രേഷൻ. 2nd വീക്കിൽ നമ്മൾ റിസോഴ്സസ് കണ്ടെത്തണം. അതിന് അടുത്ത ആഴ്ച ലേബലിംഗ് അതുപോലെ പ്രോഡക്റ്റ് ബ്രാൻഡിംഗ് ഇതെല്ലാം ചെയ്യണം എന്നാണ് നമ്മുടെ ഈ സ്കീമിലുള്ളത്. എന്ത് തന്നെ ആയാലും നമ്മൾ ഓരോരുത്തരും, എനിക്കറിയാം കൃഷി ഓഫീസർമാരൊക്കെ ചെയ്തിരിക്കുന്നുള്ളത്, എനിക്ക് യാതൊരു സംശയമില്ല. അപ്പം നിങ്ങൾ ഈ 3 ദിവസത്തെ ക്ലാസ്സുകൾ സശ്രദ്ധം കേൾക്കുക. ചടങ്ങിൽ പട്ടാമ്പി കാർഷിക ഗവേഷണ കേന്ദ്രം മേധാവി ഡോക്ടർ P. രാജി അധ്യക്ഷയായിരുന്നു. ഡോക്ടർ PP മൂസ, ഡോക്ടർ ഇബ്രാഹിം കുട്ടി, ഡോക്ടർ KV സുമയ്യ, ഡോക്ടർ മുസ്തഫ തുടങ്ങിയവർ സംസാരിച്ചു. ക്ലാസുകൾക്ക് വിദഗ്ധരാണ് നേതൃത്വം നൽകുന്നത്. 21 വരെ പരിശീലന പരിപാടി നീണ്ടു നിൽക്കും. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് വിവിധ കലാപരിപാടികൾ സംഘടിപ്പിച്ചു. കോളേജിലെ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലബിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. സംസ്ഥാന സർക്കാരിന്റെ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായാണ് പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലബിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ കലാപരിപാടികൾ സംഘടിപ്പിച്ചത്. കോളേജിലെ ജാഗ്രതാ സമിതി, PTA, NCC, NSS, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവരുടെ സഹകരണത്തോടു കൂടിയായിരുന്നു പരിപാടി. രാവിലെ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ J. സുനിൽ ജോൺ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ കോളേജ് വിവിധ രീതിയിലുള്ള പദ്ധതികൾ നമ്മൾ ആസൂത്രണം ചെയ്ത് വരുവാണ്.
NCC, NSS, ലഹരി വിരുദ്ധ ക്ലബ്ബ്, PTA, കോളേജ് സ്റ്റാഫ് അംഗങ്ങളൊക്കെ വിവിധതരം പദ്ധതികൾ നമ്മൾ ആസൂത്രണം ചെയ്തു വരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇന്ന് എല്ലാ ക്ലബ്ബുകളുടെയും സംയുക്തമായിട്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിക്കുന്നത്. ലഹരിയെപ്പറ്റി നമ്മൾ കേട്ട് പത്രമാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും കേട്ട് അതിൻ്റെ എഫക്റ്റിനെ പറ്റിയൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നതാണ്. എനിക്കാകെ പറയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലഹരിയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കേണ്ടിയുണ്ട്. ലഹരി ഉപയോഗിക്കുന്ന ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവരെ നമ്മൾ സ്പോട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. അത് രോഗമായി കരുതി രോഗിയെ നമ്മൾ കൈക്കൊള്ളുകയും രോഗത്തിനെ തള്ളിപ്പറയുകയും ചെയ്യേണ്ട അവസ്ഥ നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. കോളേജിനോടൊപ്പം, എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനോടൊപ്പം, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനോടൊപ്പം ചേർന്ന് നമുക്ക് പ്രവർത്തിക്കേണ്ടതുണ്ട്. ജീവിതം തന്നെ ഒരു ലഹരിയായിട്ട് നമുക്ക് മാറേണ്ടതുണ്ട്. ബാക്കിയുള്ള ലഹരിയും നമുക്ക് മാറ്റിക്കൊണ്ട് ജീവിതം തന്നെ ഒരു ലഹരിയായി കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമങ്ങളും നമുക്ക് നടത്താമെന്നുള്ള ആശംസകളോടെ വൈസ് പ്രിൻസിപ്പൽ പ്രസന്ന അധ്യക്ഷയായിരുന്നു. സി ഉണ്ണികൃഷ്ണൻ, ഡോക്ടർ വാസു, ഡോക്ടർ അബ്ദു, ഡോക്ടർ അനിൽകുമാർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് ഫ്ലാഷ് മോബ് ഉൾപ്പെടെയുള്ള വിവിധ കലാപരിപാടികളും നടന്നു. വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞയും എടുത്തു. ലഹരിവിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി തൃശൂർ സിറ്റി പോലീസിന്റെ യോദ്ധാവ് എന്ന് നാമകരണം ചെയ്തിട്ടുള്ള പ്രചരണ വാഹനം ചെറുതുരുത്തിയിലെത്തി. ആറ്റൂർ അർഫ സ്കൂൾ കുട്ടികൾ സ്കിറ്റും ഡാൻസും, കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥികൾ കലാമണ്ഡലത്തിൽ നൃത്തരൂപവും, ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ സ്കൂളിൽ ഫ്ലാഷ് മോബും അവതരിപ്പിച്ചു. ഷൊർണൂർ ചെറുതുരുത്തി റോട്ടറി ക്ലബിന്റെ ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു. ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചെറുതുരുത്തി SI ബിന്ദുലാൽ ചൊല്ലിക്കൊടുത്തു. പോലീസ് ഓഫീസർമാരായ രാജേഷ്, PRO നസീർ PS, ജനമൈത്രി ബീറ്റ് ഓഫീസർമാരായ ഫൈസൽ, ശ്രീദീപ്, റോട്ടറി ക്ലബ് ഭാരവാഹികളായ രവി ചോയിക്കൽ, രാമു ചാത്തനാത്ത്, സാബു, സൂര്യ തുടങ്ങിയവർ സംസാരിച്ചു. സർക്കാർ നൽകുന്ന ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഷൊർണൂർ റോട്ടറി ക്ലബിന്റെ പേരിൽ ഞാൻ അതിനുള്ള എല്ലാ അഭിനന്ദനങ്ങളും എല്ലാ പിന്തുണയും നൽകുന്നു. റോട്ടറി ക്ലബ്ബ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക്, ഇത്തരം നല്ല കാര്യങ്ങൾക്കുള്ള പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരാൻ അതിനുള്ള ഊർജം റോട്ടറി ക്ലബ്ബുകൾക്കുണ്ട്, റോട്ടറി ക്ലബിനുണ്ട്. നാഗലശ്ശേരി പഞ്ചായത്തിലെ ലൈഫ് പദ്ധതി അഴിമതിയിൽ പ്രതിഷേധിച്ച് CPIയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. മണ്ഡലം കമ്മിറ്റി അംഗം സഹീർ മുഹമ്മദിന്റെ അധ്യക്ഷതയിൽ CPI മണ്ഡലം സെക്രട്ടറി T ഹംസ ധർണ ഉദ്ഘാടനം ചെയ്തു. CPI മണ്ഡലം കമ്മിറ്റി അംഗം ധനീഷ് അരേകത്ത്, AIYF മേഖലാ സെക്രട്ടറി സുജിത്ത് എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു. അഴിമതി എവിടെ കണ്ടാലും വെച്ചുപൊറിപ്പിക്കില്ല എന്നും ആ അഴിമതിക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും അവർക്കെതിരായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു ജനാധിപത്യ സർക്കാർ ഈ കേരളത്തിൽ ഭരിക്കുമ്പോൾ ഈ നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ അഴിമതി നടത്തിയ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുന്ന സമീപനമുണ്ടായി. കൂടുതൽ ഉദ്യോഗസ്ഥന്മാർ ആ മേഖലയിലുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി വേണം. ഇതോടെ നിലവിലെ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.